പ്രിയ ദേശനിവാസികളെ, ഒരല്പസമയം നിങ്ങളുടെ ആശ്വാസത്തിനായിട്ട് ദൈവം എന്നെ അയച്ചപ്പോഴ് ആ യേശുക്രിസ്തുവിലുള്ള ആശ്വാസത്തിന്റെ വാക്കുകൾ അല്പം നേരം കേൾക്കുമ്പോൾ ഇവിടെ തെരുവോരങ്ങളില് ഒരുപക്ഷെ ഈ മൈക്കിന്റെ പരിധിയിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ആശ്വാസമില്ലാതെ അലയുന്നുവെങ്കിൽ അത് പല വിധമായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അതെന്തൊക്കെയാണ്? ആശ്വാസമില്ലാതെ അലിയുവാനുള്ള കാരണങ്ങൾ എന്താണ്? ചിലർക്ക് കഠിനമായിരിക്കുന്ന രോഗങ്ങളാണ്, ചിലർക്ക് അവരുടെ കഠിനമായിരിക്കുന്ന പാപ സ്വഭാവങ്ങളാണ്, മദ്യപാനം, മറ്റു വിധമായിരിക്കുന്ന തെറ്റായിരിക്കുന്ന വഴികള്. അത് അവരെ എന്നേക്കുമായിട്ട് എന്താണ് ദുഃഖിപ്പിക്കുകയാണ്. ഇതിനൊരു മോചനം ഇല്ലയോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുമുണ്ട്. നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ചിലർക്ക് എന്താണെന്ന് അറിയാമോ? മറ്റുള്ളവരോടുള്ള കയ്പാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികാര ചിന്തകളാണ്. മറ്റുള്ളവരോടുള്ള പ്രതികാര ചിന്തകൾ ഇത്യാദി സ്വഭാവകരമായിരിക്കുന്ന അസ്വാഭാവികമായിരിക്കുന്ന കാര്യങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നോക്കുവിന് എന്നെ കേട്ട തെരുവില കടത്തുന്നതിലിരിക്കുന്ന നിങ്ങൾ പലരും വളരെ ദുഃഖാകുലരാണ്. എന്താണ്? കടബാധ്യതയാണ്. എങ്ങനെ ഓർമ്മ വെച്ച നാൾ മുതൽ കഠിനാധ്വാനം ചെയ്തിട്ടും ഈ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മയില്ലല്ലോ എന്ന് പറഞ്ഞ് മറ്റു ചിലരെന്താണ് ഇങ്ങനെയുള്ള കേസുകളിലും വഴക്കുകളിലും ഒക്കെ അകപ്പെട്ട് സമാധാനമില്ലാതെ ഉഴലുകയാണ്. ചിലരുടെ എന്താണ് വീട്ടിൽ ചെന്ന വഴക്കാണ്, ഭാര്യ വഴക്കുണ്ടാക്കുന്നവരാണ്, ഭർത്താവ് മദ്യപാനത്തിൽ എന്താണ് വീട് നശിപ്പിക്കുന്നവനാണ്. അനേകരുടെ വീട്ടിലും കുഞ്ഞു കുട്ടികളെ കഠിനമായിരിക്കുന്ന പാപ സ്വഭാവത്തിൽപ്പെട്ട് അമ്മയപ്പന്മാരെ അനുസരിക്കാതെ കഠിനമായിരിക്കുന്ന തോന്നിയ പോലെ ജീവിച്ചുകൊണ്ട് അവനും അവന്റെ കുടുംബത്തെയും സകല സന്തോഷവും നഷ്ടപ്പെടുന്ന ചില കുഞ്ഞുങ്ങൾ. നോക്ക് പ്രിയപ്പെട്ട, എന്തുമാത്രം പ്രശ്നത്തിൽ കൂടിയാണ് നമ്മൾ ഓരോ ദിവസം കടന്നു പോകുന്നത്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുക, എനിക്കൊരു പരിഹാരം വേണം, എനിക്കൊരു സമാധാനം വേണം എന്ന് നിങ്ങൾ ആരെങ്കിലും യഥാർത്ഥമായിട്ടും ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കൊരു സമാധാനം വേണം, എനിക്കൊരു സന്തോഷം വേണം, എന്റെ കുടുംബത്തിനൊരു മാറ്റം വേണം, എന്റെ കടങ്ങളിൽ നിന്നൊരു മോചനം വേണം എന്ന് മാത്രമല്ല എനിക്ക് ദൈവത്തെ അറിയുകയും വേണം. ആ ദൈവികമായിരിക്കുന്ന സമാധാനം നമ്മൾക്ക് നിറച്ചു തരുന്ന യേശുക്രിസ്തുവിനെ അന്വേഷിപ്പിന്. അവനെ അന്വേഷിച്ചാൽ നിങ്ങൾ അത് കണ്ട